കർത്താവിൻ്റെ ശക്തിയോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി തരുന്ന നല്ലതും വിലയേറിയതുമാകുന്ന നിമിഷങ്ങൾക്കായി സ്തോത്രം പറയുന്നു. നന്നായിട്ടൊന്ന് ചിരിച്ചേ എല്ലാവരും. ചിരിച്ചേ, നന്നായിട്ടൊന്ന് ചിരിച്ചേ. എനിക്ക് വെട്ടം അടിക്കുന്നതുകൊണ്ട് പലരുടെ മുഖമൊന്നും കാണുന്നില്ല. എത്രത്തോളം ആ 32 പല്ലൊക്കെ കാണിച്ച് ചിരിക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് ചിരിക്കുക. ആദ്യം ഒന്ന് ചിരിച്ചേ വന്ന്. ഹല്ലേലൂയ പറയാനല്ല, ആമേനും ഗ്ലോറി പറയാനല്ല, ചിരിക്കാനാണ് പറഞ്ഞത്. ചിരിക്കുക, ചിരിക്കാൻ. ആ കെട്ടൊന്ന് പൊട്ടട്ടെ അങ്ങോട്ട്, ചിരിക്കേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഈ ഹാളിനകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികളുമായി നിങ്ങൾ സംസാരിച്ചു. അപ്പം എടി ശോശാമേ, നീട്ടിരിക്കുന്ന ഉടുപ്പ് കൊള്ളാലോ എടി. ശ്രദ്ധിക്കണേ. മാർട്ടിൻ ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരു മസല് പിടുത്തം ഒന്നുമില്ലാതെ, കഴുത്തൊന്നും ഇങ്ങനെ വെക്കാതെ, ശരീരത്തിലെ അസ്ഥികളും ഞരമ്പുകളും വലിച്ചു മുറുക്കാതെ വളരെ കൂളായിട്ടല്ലേ നിങ്ങളുടെ പരിചയക്കാരോട് നിങ്ങൾ സംസാരിച്ച്. പക്ഷെ അവിടെ ചെരിപ്പ് ഊരി വിട്ടിട്ട് ഇതിനകത്തേക്ക് കയറിയപ്പോ എന്തോന്നറിയാത്തൊരു മസല് പിടുത്തം. ഹലോ, കേൾക്കുന്നുണ്ട്? ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഷോളൊക്കെ എടുത്ത് തലവഴിയിട്ട് കഴുത്തൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടി ഒന്ന് ലൂസാക്കി ഇട്ടേക്കണം. ഇപ്പോ അതൊക്കെ പുറത്ത് നമ്മൾ വളരെ കൂളായി സംസാരിച്ചിട്ട് അകത്തേക്ക് കയറുമ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതൊരു പാരമ്പര്യ കെട്ട് തന്നെയാണ്. എന്നാൽ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്ന് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, പുറക്കാട്ട് വീട്ടിൽ സേവറിന്റെയും ത്രേസ്യാമ്മയുടെയും മകനാകുന്ന PX ആന്റണിയെ, രണ്ടാമത്തെ മകനാകുന്ന നിഖിൽ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അങ്ങനെയാണോ പറയുന്നത്? അപ്പൊ ഞാൻ ആ കാറിന്റെ താക്കോലൊന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളാ, ഭയങ്കര മസിൽ പിടുത്തൊന്നുമില്ല. ഇന്ന് ഇതിനകത്ത് നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഫ്രീ ആക്കുന്ന ഒരു ദിവസമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിച്ചൊരു കാഴ്ച പറഞ്ഞതിന് ശേഷം നമ്മൾ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാൻ പോവുക. വർഷങ്ങളായി ചുമന്ന് നടക്കുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ എന്ന ഭാണ്ഡക്കെട്ടുകളുടെ കെട്ടിനെ കർത്താവായ യേശു പൊട്ടിച്ചു വിടുന്നത് ആത്മാവിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെ കാണിച്ചു. 2, ചില കേസുകൾക്കകത്ത് അതിശക്തമായ സെറ്റിൽമെന്റുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. അടുത്തൊരു വാക്ക് കർത്താവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവജനം തന്നെ കർത്താവിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ കയ്യിൽ തൂങ്ങിയ അണലിയെ കൊടഞ്ഞു കളഞ്ഞതുപോലെ കർത്താവിന്റെ ജ്ഞാനത്തിന്റെ വചനം തിരിച്ചറിയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തന്റെ കുഞ്ഞുങ്ങൾ സ്വയം തന്നെ ചില വിഷയങ്ങളെ കുടഞ്ഞു കളയുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി വീശി രാജാവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് ആ യേശുവിന്റെ നാമത്തെ അല്പനിമിഷങ്ങളൊന്ന് ഉയർത്തിയേ. നിങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷകളെന്ന് സംസാരിച്ചു തുടങ്ങി. ചിലരുടെ നിന്ദകളെയും പരിഹാസങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്ന ഒരു ദിവസമായി ഇത് മാറ്റുക. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് പ്രതികരിച്ച് നിങ്ങളുടെ അകത്ത് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാൻ കർത്താവ് വെച്ചിരിക്കുന്ന ആ നല്ലൊരു വ്യക്തിയെ ശ്രദ്ധിക്കാതെ സൂര്യനെ കവിഞ്ഞ വെളിച്ചമുള്ള തേജസ്സിന്റെ പ്രഭയാകുന്ന തത്വത്തിന്റെ മുദ്രയാകുന്ന ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിവുള്ള ദാവീദിന്റെ വേരാകുന്ന യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാകുന്ന ധന്യനായ ഏകാധിപതിയാകുന്ന യേശു രാജാവിനെ
യേശുവാ. ഓ യേശുവാ. ആരക്കൻ ഗോലിയത്തെ ആഴിക്കുവല്ലമയെ സിറിയ ദാവീദുക്കൾ வைத்தவரே, ആടുകൾ മേയ്ത്തവരെ ജാതികൾ മത്തിയിലെ ഉയർത്തി തൂക്കി നീരെ മേലെ 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 മേലെ. ആരക്കൻ ഗോലിയത്തെ ആഴിക്കുവല്ലമയെ സിറിയ ദാവീദുക്കൾ வைத்தவரே, ആടുകൾ മേയ്ത്തവരെ ജാതികൾ മത്തിയിലെ ഉയർത്തി തൂക്കി നീരെ മേലെ 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 മേലെ. ആ ഇരിപ്പിടങ്ങളെ വിട്ട് എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് പറ്റുമെങ്കിൽ അരികത്ത് നിൽക്കുന്ന ആൾക്ക് നല്ലൊരു സ്നേഹ ചുംബനം ഒന്ന് കൊടുത്തേ, നല്ലൊരു കുരിശുമൂട്ടിലെ നല്ലൊരു ഉമ്മ ഒന്ന് കൊടുത്തേ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവരെ നിങ്ങളുടെ അരികത്ത് ആരാ ഇരിക്കുന്നത് അവരൊന്ന് സ്നേഹത്താൽ ഒരു ചുംബനം കൊടുത്തേ. ഒന്ന് ചെയ്തേ, ചുംബിച്ചേ, ഒന്ന് ചുംബിച്ചേ. യൂദയുടെ ചുംബനമല്ല, കർത്താവ് യേശുവിന്റെ അകത്തുള്ള സ്നേഹത്തിന്റെ ചുംബനം. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോവോ? ഒന്ന് ഫ്രീ ആയേ, ശ്വാസം നന്നായിട്ടൊന്ന് എടുത്തേ, ശ്വാസം നന്നായിട്ടൊന്ന് എടുത്തേ, എന്നിട്ട് ഒന്ന് റിലീസ് ചെയ്തേ. പാടാം. ആരുടെ നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് ഞങ്ങൾ ഒരുമിച്ച് ഇതിനകത്ത് വന്നിരിക്കുക. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ രണ്ട് ചേർത്തടിച്ച് അത്യുച്ചത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ തൊട്ടേ Hallelujah to the Umake, Hallelujah to the Umake. Say Hallelujah to the Umake, Hallelujah to the Umake. Walakamal enne talayakuvi, kirakamal enne melakuvi. Walakamal enne talayakuvi, kirakamal enne melakuvi. Hallelujah to the Umake, Hallelujah to the Umake, Hallelujah to the Umake, Hallelujah to the Umake. ആരക്കൻ ഗോലിയത്തെ ആഴിക്കുവല്ലമയെ സിറിയ ദാവീദുക്കൾ வைத்தவரே, ആടുകൾ മേയ്ത്തവരെ ജാതികൾ മത്തിയിലെ ഉയർത്തി തൂക്കി നീരെ മേലെ 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 മേലെ. ആരക്കൻ ഗോലിയത്തെ ആഴിക്കുവല്ലമയെ സിറിയ ദാവീദുക്കൾ வைத்தவரே, ആടുകൾ മേയ്ത്തവരെ ജാതികൾ മത്തിയിലെ ഉയർത്തി തൂക്കി നീരെ മേലെ 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 മേലെ. Hallelujah to the Umake, Hallelujah to the Umake, Hallelujah to the Umake, Hallelujah to the Umake. ആ കരങ്ങളെ ഉയർത്തിയ എത്രത്തോളം ഹൃദയം തുറന്ന് സന്തോഷിക്കാൻ കഴിയുമോ അത്രത്തോളം സന്തോഷിച്ച് പിള്ളയ മാറ്റി വിട്ട് നിരന്തരമാ തുസിയെ തട്ടി വിട്ടി സാമ്പലെ പൊക്കി വിട്ടി സിംഗാരം തന്നു വിട്ടു നിരന്തരമാ കൈനിട്ടി തൂക്കി വെട്ടി ഉയരത്തിൽ എന്നെ വെട്ടി പിള്ളയ മാറ്റി വിട്ടു നിരന്തരമാ തുസിയെ തട്ടി വിട്ടി സാമ്പലെ പൊക്കി വിട്ട് സിംഗാരം തന്നു വിട്ടു നിരന്തരമാ. Hallelujah to the Umake, Hallelujah to the Umake, Hallelujah to the Umake, Hallelujah. See you once again. Hallelujah to the Umake, Hallelujah to the Umake, Hallelujah to the Umake, Hallelujah
தாவீதுக்குள் வைத்தவரே, ஆடுகள் மேய்த்தவரே, ஜாதிகள் மத்தியிலே உயர்த்தி தூக்கி நீரை மேலே 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 அரக்கன் கோலியவை அழிக்கும் வல்லவரே, சிறிய தாவீதுக்குள் வைத்தவரே, ஆடுகள் மேய்த்தவரே, ஜாதிகள் அரக்கன் கோலியவை அழித்த வல்லவரே, சிறிய தாவீதுக்குள் வைத்தவரே, ஆடுகள் மேய்த்தவரே, ஜாதிகள் மத்தியிலே உயர்த்தி தூக்கி நீரை மேலே 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 மேலே. ஹல்லேலூயா துதியும் மக்கே, ஹல்லேலூயா துதியும் மக்கே, ஹல்லேலூயா துதியும் மக்கே, ஹல்லேலூயா ஓ ஹல்லேலூயா துதியும் மக்கே, ஹல்லேலூயா துதியும் மக்கே, ஹல்லேலூயா துதியும் மக்கே, ஹல்லேலூயா துதியும் மக்கே. என்பலவும் என் கோட்டையும் நீ மாத்திரம் യേശുനാഥാ, என்பலவும் என் கோட்டையும் நீ மாத்திரம் ஆശ്രയമാ നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ, ആശ്രയമാ നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ആരാധന സ്തുതി രാജാവിന്. അക്കരങ്ങൾ രണ്ടും ഉയർത്തേ. ഹല്ലേലൂയാ എന്റെ കോട്ടയുമാകുന്ന യേശുരാജാവിനെ സ്തുതി രാജാവിനെ. പാവനനാ പാവനനാ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ, പാവനനാ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എന്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ, മറവിടവും എന്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ ആരാധന സ്തുതി രാജാവിന്. ഓ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ ആരാധന. ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവും നീ, ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ, പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഓ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ ആരാധന സ്തുതി രാജാവിന്. നാം തുറന്ന എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ, എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ. ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ, ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഓ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ സ്വർഗത്തിലെ പിതാവ് എന്നെ നിങ്ങളെ നടത്തിയിരിക്കുന്നത് അവന്റെ നടത്തിപ്പിനെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഭാഷകളെ സ്തുതിക്കുക. നാവ് തുറന്ന് ഈ ആത്മിക സാന്നിധ്യത്തിനകത്ത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ചിലരുടെ ശരീരത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് തന്റെ വചനത്തെ അയച്ച് രോഗബന്ധനങ്ങളെ അഴിക്കുന്നു. രോഗബന്ധനങ്ങളെ അഴിക്കുന്നു. വർഷങ്ങളായി ശരീരത്തിനകത്ത് നിങ്ങൾ തുടർന്ന് നടക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബുദ്ധി കൊണ്ട് മാത്രമല്ല ആത്മാവ് കൊണ്ടും പാടും. ബുദ്ധി കൊണ്ട് മാത്രമല്ല ആത്മാവിൽ സ്തുതിക്കും. സ്തുതിക്കുക, ആത്മാവിൽ സഞ്ചരിക്കുക, ആത്മാവിൽ സ്തുതിക്കുക, ആത്മാവിൽ ആരാധിക്കുക. ഓ ഹല്ലേലൂയ. പോരാ പോരാ, അതരങ്ങളെ തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. 1.5 വർഷം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം മാറാമ്പലും പൊടിയും പിടിച്ചിരുന്നത് 1.5 വർഷം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയൊരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിർത്തുവായി പരിപാടി, ഞാൻ നിർത്തുക, വയ്യ വയ്യ. പല മേഖലകളിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ പോകുമ്പോ ഒരിക്കൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യം, അവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഇന്ന് കർത്താവിന്റെ അഭിഷക്ത നബി ശാലോം ഇവിടെ നിന്ന് ദൈവസ്നേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ലിറ്ററലി ഞാൻ എൻ്റെ ശരീരത്തിലും ആത്മാവിലും ആ ദൈവസ്നേഹത്തെ രുചിച്ചറിയുമായിരുന്നു. കർത്താവ് ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്ത്. നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നല്ല, ഞാനാ നിങ്ങളെ സ്നേഹിച്ച്. പല സമയത്തും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പല രീതിയിലും ഭാവത്തിലും നമ്മുടെ ഹൃദയം ഉലഞ്ഞു പോകുമ്പോഴും സ്നേഹനിധിയായ പിതാവ് നമ്മുടെ മടങ്ങി വരവ് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു, ചിലരുടെ തോളത്തൊരു കൂട്ടുകാരൻ വന്ന് ഇങ്ങനെ കൈ വെക്കുന്നത് പോലെ ആണിപ്പാടുള്ള യേശുവിന്റെ കരം വന്നു. ഒരു കാലത്ത് നിന്റെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളുടെ ഇടയിലും നിന്റെ കൈക്ക് പിടിച്ച പല വ്യക്തികളും പാതി വഴിയിൽ നിന്നെ ഇട്ടേച്ചു പോയപ്പോൾ സ്വർഗത്തിൽ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള കരം, കുഞ്ഞ്, നിന്നെ നടത്തുന്നത് ഈ ലോകമല്ല, ഇവിടത്തെ മനുഷ്യനല്ല. നിനക്ക് ജീവശ്വാസം തന്ന് നിന്റെ കൈക്ക് പിടിച്ച് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോ വഴി ഇതാണ് എന്ന് നിന്നോട് പറയുന്നത് നിന്റെ അകത്ത് വസിക്കുന്ന യേശുവിന്റെ ആത്മാവ്. ഇന്ന് ഈ മീറ്റിംഗ് നിങ്ങളുടെ ലൈഫിനെ മാത്രമല്ല, നിങ്ങൾ എവിടെ പോകുന്നുവോ, ഏത് വിഷയത്തിനകത്ത് പ്രവേശിക്കുന്നുവോ അവിടത്തെ സിറ്റുവേഷനുകളെ, സാഹചര്യങ്ങളെ ചേഞ്ച് ചെയ്യുന്ന രീതി. മോശ പറഞ്ഞു, ഞാൻ 40 വർഷം സ്റ്റക്കായി പോയെന്ന്. 40 വർഷം എന്റെ ജീവിതം മരുഭൂമിയിലായി പോയെന്ന്, പല മേഖലയിൽ ഞാൻ ഒതുങ്ങിപ്പോയെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു, മോനെ, നീ സ്റ്റക്കായതല്ല, നിന്നെ 40 വർഷം എന്റെ പൂണിക്കകത്ത് ഞാൻ നിന്നെ മറച്ചു വെച്ചത്. ഇതാരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതാകട്ടോ. ചിലരും നിന്നെ നോക്കി പുലമ്പിയില്ലേ, ഇവൻ ഇതോടുകൂടി തീർന്നു എന്ന്, ഇവനിന് കയറി വരത്തില്ലെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് കഴുകനെ പോലെ ചിറക് തന്ന് നിന്നെ പറപ്പിക്കും.
നിങ്ങളൊന്ന് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. 80-ാമത്തെ വയസ്സാകുമ്പോ മോശ ഇപ്പുറത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു കൂട്ടം ജനം വരുന്നുണ്ട്. 430 വർഷം തികച്ചിട്ട് ഒരു കൂട്ടം ഇതിലെ കയറി വരുവാ. ഞാൻ പറഞ്ഞതിന്റെ ആഴം മനസ്സിലായോ? ചില ഇടങ്ങളിൽ ദൈവം നിന്നെ നിർത്തുന്നു എങ്കിൽ, സ്റ്റക്കായി പോയെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു അല്ല, അടുത്തൊരു ജനറേഷനെ നിന്നിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ. അമ്മായപ്പന്റെ ആടുകളെ മേയിച്ചു നടന്നോ, എണ്ണാൻ കഴിയാത്ത അത്രയും ആട്ടിൻകൂട്ടത്തെ മേയിച്ചു നടന്നോ ഈ എബ്രായ ബാലൻ, ഈ എബ്രായ ചെറുക്കൻ പിന്നെ മേയിക്കുന്നത് ആക്ഷരികമാകുന്ന ആടുകളെയല്ല, ദൈവത്തിന്റെ ആടുകളെ. ലക്ഷം വരുന്ന ജനത്തെ മേയിക്കാൻ പരിശുദ്ധാത്മാവ് മോശയെ അധികാരപ്പെടുത്തുക. ഇന്ന് ഇതിനകത്ത് ശക്തമായ ഇൻപാർട്ടേഷൻ നടക്കും. ഇതിനകത്ത് ചിലരെ ദൈവം ആത്മാവിൽ അടുത്ത തലങ്ങളിൽ എടുത്തെറിയും. ആരാധിക്കുക. ആ കരങ്ങളെ തട്ടി ഒന്ന് സ്തുതിച്ച് നിന്നോട് ദൈവം പറഞ്ഞ വാക്ക്, ദൈവം പറഞ്ഞ വാഗ്ദത്തം, അതിനെ മണ്ണിട്ട് മൂടാൻ ആരെല്ലാം നോക്കിയാലും നീ വാഗ്ദത്ത സന്തതിയാ. അല്ല ദേവദാസനെ, നീ വാഗ്ദത്ത സന്തതിയാകുഞ്ഞ്. പലരും മണ്ണിട്ട് മൂടിയതിനെ നീ ആ കുഴി മാന്തി അതിനെ പുറത്തു കൊണ്ടുവരും. വിശ്വാസത്താൽ പ്രഖ്യാപനം മാത്രമല്ല, പ്രവൃത്തിയും കൂടി ഇതിനകത്ത് നടക്കട്ടെ. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് പിടിച്ചേ. എന്നിട്ട് ആ വാഗ്ദത്തം അരുളി ചെയ്ത കർത്താവിന്റെ നാമത്തെ ഒന്ന് ഓർത്തേ. യേശുവാ, ഓ എന്റെ യേശുവേ, അങ്ങേക്കു തുല്യനായി ആരും ഇല്ല, നീയല്ലാതെ വേറെ ദൈവം ഇല്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. നീയാണെൻ ദൈവം, എൻ പിതാവേ. അങ്ങേക്കു തുല്യനായി ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. നീയാണെൻ ദൈവം,